ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. രാവിലത്തെ പല്ല് കേൾക്കുന്നതും ഫേസ് വാഷ് ഇട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നീച്ചാണ് കുറച്ച് നേരം തിന്നലിച്ച് പിന്നെ ഇതാ ചോറുന്ന് പറയുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ ചോറുന്നത്. ഇത് കുറച്ചുകൂടി ഉണ്ടേനി ഞാൻ പൗതി തിന്നാരാണ് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചു. പിന്നെ പ്ലേറ്റിൽ ഇട്ട് തിന്നാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ചട്ടിയിൽ തന്നെ തിന്നുന്നത്. ഈ വീഡിയോ എടുത്തത് ഒരു സൺഡേ ഇനി കേട്ടോ, അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടേനി. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ് ഉണ്ട്. ഇനി എന്ത് ക്ലാസ് ആണെന്നാലും ചോദിക്കണ്ട, ടൈലറിംഗ് ക്ലാസ് ആണ്. ഞാൻ ഏകദേശം എല്ലാ വീഡിയോയിൽ പറയലുണ്ട്, എന്നാലും ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ്. വീട്ടിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഇതാ പണിയൊക്കെ എടുക്കാണ് കേട്ടോ. മറ്റേ ഞാൻ രാവിലെ ക്ലാസ്സിന് പോയാലും പിന്നെ ഞാൻ ഉച്ചക്ക വരിക, ആ ടൈം ആകുമ്പോഴത്തേനും ഉമ്മ പിന്നെ പണിയൊക്കെ തീർത്ത് വെക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിന് പോകാത്ത ദിവസം അതേപോലെ ഞായറാഴ്ച മാത്രമാണ് ഞാൻ പെരേ പണി എടുക്കൽ കഴിച്ചു. പിന്നെ ക്ലാസ്സിനൊന്നും പോലൊന്നുമില്ല, ഒന്നരാട് ലീവാക്കലുണ്ട്. വേറെ കാര്യം ഞാൻ ഈ പണി എടുക്കുന്നതൊക്കെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയൊരു ഇതിലൊന്നും കിട്ടിയിട്ടില്ല, ലൈക്ക് ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് തിന്നാനായിട്ട് ഇരുന്നു. അങ്ങനെ ചോറെല്ലാം തിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാജിന് ഇതാ വീണ വായമേ ഉത്തർന്നതൊക്കെ പണിയിലാണ്. വായ പോലെ തന്നെ വീഴ്ചതാണ് കേട്ടോ, ശരിക്കും നിൽക്കുന്ന വായ. പിന്നെ ഇതാ മൂച്ചി വന്ന് മാങ്ങെല്ലാം വീണിട്ടുണ്ടായിനി. ഈ മാങ്ങ നല്ല രസമായിട്ട് തിന്നാണ്, നല്ല മധുരലാണ്. മാജിന് ഇതാ വായന്റെ കറനോടാണ് മാങ്ങ കേൾക്കുന്നത്. എന്തൊക്കെ കാണുന്നു പഠിച്ചോനെ. പിന്നെ ഇവിടെ അമ്മമ്മ മാങ്ങ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ച മാങ്ങ എന്നാണ് ഒരു പ്രത്യേക തൊരയാണ്, എന്താ അറിയില്ല. എന്നാ എനിക്ക് ഒറ്റക്കിട്ട് മുറിച്ച് തിന്നാനായിട്ട് ആവൂലേ വേറെ. പിന്നെ എനിക്ക് നേരെ എപ്പം പോയാണ്ട് കുളിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, വൈകുന്നേരം അവനും കുളിക്കാൻ. അതുകൊണ്ട് എന്റെ അമ്മക്ക് എന്റെ സ്വഭാവം തീരെ ഇഷ്ടം. പിന്നെ കുറച്ച് ഞാൻ റൂമിൽ പോയി കടന്നൊന്ന് വിശ്രമിച്ചു, ഫോണൊക്കെ കണ്ടാണ്ട്. വൈകുന്നേരം എല്ലായപ്പോ ഇമ്മാന്റെ അടുത്തെല്ലാം വന്നിട്ടുണ്ടായിനി. ദാനിയല്ലതാ ഇരുന്ന് മാങ്ങ തിന്നാണ് കേട്ടോ. ഓര് വന്നപ്പോ ആ ശർക്കര മുട്ട എല്ലാം കൊണ്ടിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ അതെല്ലാം തിന്നിട്ട് അങ്ങനെ ഇരുന്നു. ഒരു മാങ്ങെല്ലാം കൊണ്ടുപോകാനായിട്ട് വന്നേ കേട്ടോ. അവിടെ ഉമ്മാനോട് മാങ്ങ എല്ലാം കുറവാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തെലുങ്കും മെലുങ്കും മാങ്ങയാണ്. പിന്നെ എല്ലായിടത്തും എപ്പോഴും ഉള്ള പോലെ കുട്ടികൾക്കൊക്കെ ഫോൺ കാണുമ്പോൾ ഭയങ്കര സഹകരണമാണ്. ഇതിനെ എന്നാൾ ഷോർട്സിൽ കാണിച്ചിട്ടില്ലേനോ ഞാൻ അടിച്ച് ഉടുപ്പാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിലുമാക്ക് അത് പാകാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓക്കിട്ടിട്ട് വീഡിയോ എടുക്കേനി. ഓൾക്കാണെങ്കിൽ അത് ഇട്ടിട്ട് നല്ല രസം ഉണ്ടായി കേട്ടോ, അതായത് കറക്റ്റ് ഫിറ്റ് ആയിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പോകാനായിട്ട് ഇറങ്ങി. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഞാൻ മെയ് 10 എടുത്തതാണ്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചധികം ലാഗായിട്ടുണ്ട്. സാധാരണ ഞാൻ രാത്രി ചോറുന്നില്ല, അവിടെ ഇന്ന് ഇതാ ബത്തിൽ പൊരിച്ചത് ബാക്കിയുണ്ടായിനി. അപ്പോൾ ഞാൻ തിന്നാനായിട്ട് കുത്തും. എനിക്കാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ രാവിലത്തെ കാര്യം, രാവിലെ ഒന്ന് മന്തി ആയിട്ട് മാത്രം തിന്നതാണ്, അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഫുഡ് ഉണ്ടാവും. പിന്നെ ഇത് ഉമ്മാൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഐ ആം എ അച്ചാർ ഹോളിക് പേഴ്സൺ ഗൈസ്. അച്ചാർ എത്ര വേണമെങ്കിലും ഞാൻ തിന്നും. അച്ചാർ ഇതാ 5-6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് എക്സ്ട്രാ തൊള്ളേക്ക് വേറെ തിന്നണമുണ്ട്. പിന്നെ ഞാനിതാ മീൻ പൊരിച്ച പാത്രത്തിലാണ് കേട്ടോ ചോറിട്ടത്. മീൻ പൊരിച്ച മീൻസ് മീൻ പൊരിച്ചത് ഇട്ട് വെച്ച പാത്രത്തിലൊക്കെ. അന്നാണെങ്കിൽ ചോറ്റിന് ഇട്ട സാമ്പാറൊക്കെ ഉണ്ടായിട്ടോ. ബട്ട് ഉച്ചക്ക് നിന്നപ്പോൾ ഞാൻ ഈ സാമ്പാർ കണ്ടു. പിന്നെ ഞാനാണ് പെരയിൽ അവസാനമായിട്ട് ചോറുന്നത്, അതുകൊണ്ട് തന്നെ ചോറ്റിൽ വെള്ളം പാരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരു കൈപ്പാട്ടയിൽ വെള്ളമെല്ലാം എടുത്തു കേട്ടോ റൂമുക്ക്. പിന്നെ ഇന്നത്തെ മാതിരി സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യല്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഞാൻ അങ്ങനെ വേറെ ഫേസ് വാഷ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ കമ്പയർ ചെയ്ത് പറയാൻ എനിക്കറ്റ അറിയൂല. അങ്ങനെ ഫേസ് വാഷിൽ ഇട്ടതിന് ശേഷം ഫേസ് എല്ലാം ഒന്ന് തോത്തിയിട്ട് പിന്നെ ഞാൻ എന്തായി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പിന്നെ എനിക്ക് തോന്നുമ്പോഴേ ഇടലുള്ളൂ കേട്ടോ. ഇത് നമ്മളെ ഫേസ് കുറച്ച് ഓയിലി ആക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഏതായാലും അടിപൊളി കാരം പിന്നെ എന്തെങ്കിലുമൊക്കെ യൂസ് ആക്കലുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇതാ പുതിയ പിമ്പിൾ ഉണ്ടായത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.